Hi everyone, welcome to my channel. Set exam paper 2 psychologyയുടെ previous year question paper ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. തേർഡ് യൂണിറ്റ് ആയ റിസർച്ച് മെത്തഡോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവരത് കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. First question. Consistency of condition, balancing, counterbalancing, randomization are the techniques of dash. Controlling demand characteristics, selection of variables, controlling extraneous variable, none of the above. Answer എന്ന് പറയുന്നത് controlling extraneous variable. നമുക്കറിയാം different types of variables ഉണ്ട്. Independent variable, dependent variable, extraneous variable, confounding variables, intervening variables, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട് അല്ലേ? അപ്പം extraneous variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡിയുടെ ഭാഗമല്ല, എന്നാൽ തന്നെ നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ extraneous variable എന്ന് പറയുന്നത്. അപ്പം extraneous variable നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ടെക്നിക്സ് ആണ് consistency of conditioning, condition balancing, counterbalancing, randomization എന്ന് പറയുന്നത്. Okay. A hypothesis that makes numerical expression of null hypothesis and research hypothesis is the working hypothesis, descriptive hypothesis, statistical hypothesis, causal hypothesis. Numerical expression കൊടുക്കുന്നതിന് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okay. The answer is statistical hypothesis ലൂടെയാണ് നമുക്ക് numerical null hypothesis നും അതുപോലെ തന്നെ research hypothesis നും numerical expressions നമ്മൾ കൊടുക്കുന്നത്. Next one, the homogeneity of the test is indicated by test-retest reliability, internal consistency reliability, scorer reliability, parallel form reliability. അപ്പം reliability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the consistency of score or measurement ആണ്. Different types of reliability ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് homogeneity of the test ആണ്. അപ്പോൾ internal consistency reliability ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഹോമോജീനിയസ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മെഷർ ചെയ്യുന്നത് സെയിം ഫങ്ഷൻ അല്ലെങ്കിൽ സെയിം ട്രെയ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിനെ നമ്മൾ ഹോമോജീനിയസ് ആണെന്ന് പറയും. അങ്ങനെ ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ഹൈ ആണെന്നാണ് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ഉണ്ട്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് ഉണ്ട്, കൂഡർ റിച്ചാർഡ്സൺ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ കോയിഫിഷ്യന്റ് ആൽഫ മെത്തേഡ് നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഓക്കെ. Next one. Interval variable data can be analyzed with all the following techniques except linear regression, t-test, chi-square, analysis of variance. അപ്പം ഇന്റർവെൽ ഡാറ്റ നമ്മൾ എല്ലാ ടെക്നിക്കുകളും ഉപയോഗിക്കും, ഒന്നിൽ മാത്രം ഉപയോഗിക്കില്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് കൈ സ്ക്വയർ ആണ്. കൈ സ്ക്വയറിൽ നമ്മൾ കാറ്റഗോറിക്കൽ വേരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഇന്റർവെൽ ഡാറ്റാസ് ആണ് ഉപയോഗിക്കുന്നത്. The kind of qualitative research in which the enquirer brackets off all the assumptions they might hold in the hope of finding something new and worthwhile at the end. Hermeneutics, action research, phenomenology, conversation analysis. ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഫിനോമെനോളജിയാണ്. ഫിനോമെനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ്ഡ് എക്സ്പീരിയൻസ്, ഒരു ഇൻഡിവിജ്വലിന്റെ ലിവ്ഡ് എക്സ്പീരിയൻസിനെയാണ് ഫിനോമെനോളജി പറയുന്നത്. എഡ്മൻ ഹസ്സലാണ് ഫിനോമെനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അവരുടെ കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു ഈവൻറ്റിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനോമെനോളജി എന്ന് പറയുന്നത്. ഒരു ഫിനോമിനയെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിനോമെനോളജി എന്ന് പറയുന്നത്. Next, the approach to analyze written, vocal or sign language use or any significant semiotic events in qualitative research. Hermeneutics, action research, phenomenology, discourse analysis. ഇവിടെ ആൻസർ വരുന്നത് ഡിസ്കോഴ്സ് അനാലിസിസ് ആണ്. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. ലാംഗ്വേജ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കോഴ്സ് അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് റിട്ടൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വോക്കൽ ആയിട്ടുള്ള ഇപ്പോൾ സൈൻ ലാംഗ്വേജ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് ഡിസ്കോഴ്സ് അനാലിസിസിലൂടെയാണ്.
Whenever you have a cold, you rest in bed, take aspirin and drink plenty of fluids. You cannot determine which remedy is most effective because of which of the following problem: sampling bias, distorted self-report data, confounding of variable, experimental bias. നമുക്കൊരു കോൾഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല റെമഡീസും എടുക്കും. റെസ്റ്റ് എടുക്കും, മരുന്ന് കഴിക്കും, വെള്ളം കുടിക്കും. ഓക്കെ, അപ്പം ഏതാണ് നമുക്ക് ഒരു ക്യൂർ തന്നേന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ളത് ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് കൺഫൗണ്ടിങ് ഓഫ് വേരിയബിൾ. അപ്പൊ കൺഫൗണ്ടിങ് വേരിയബിൾസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. Which one among the following is the main demerit of percentile norm? Percentage confusion is created. Calculation of percentile norm is difficult. Percentile norms are subjective norms. Units of scale based on percentile norms is unequal. അപ്പം പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എവറി 100% ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ നെറ്റ് എക്സാം എല്ലാം തന്നെ ഈ ഒരു പെർസെൻറ്റൈൽ വെച്ചിട്ടാണ് ഇവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ പെർസെൻറ്റൈലിൻ്റെ മെയിൻ ഡീമെറിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് സ്കെയിൽ ബേസ്ഡ് ഓൺ പെർസെൻറ്റൈൽ നോംസ് ഈസ് അൺഈക്വൽ. If you have pets at home, it is difficult to avoid observer bias, type 1 error, anthropomorphic error, type 2 error. വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിലേതോ ഒരു എറർ അവോയ്ഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആന്ത്രപ്പോമോർഫിക് എറർ ആണ്. ആന്ത്രപ്പോമോർഫിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നോൺ ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മൾ അനിമൽസിന് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു പപ്പി ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് പപ്പി ഇന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇമോഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ഇമോഷനാണ് നമ്മൾ അനിമൽസിൽ എക്സ്പ്രസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ആന്ത്രപ്പോമോർഫിക് എറർ എന്ന് പറയുന്നത്. ഒരു നോൺ ഹ്യൂമനിലോട്ട് നമ്മൾ ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ്. കറക്റ്റ് ആയിട്ടുള്ള കോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഡിസിഷൻ റൂൾ. Type 1 and type 2 error can be reduced simultaneously. Alternative hypothesis is the one which is to be disproved. Level of significance is the probability of type 1 error. അപ്പം ഏതാണ്? ആൻസർ ഈസ് ഡിസിഷൻ റൂള് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഇനി ടൈപ്പ് 1 and 2 എറർ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, any prediction of behavior based on purely statistical information and not subjective judgment. Objective prediction, actuarial prediction, behavioral prediction, inferential prediction. Purely statistical information അല്ലെങ്കിൽ mathematical information വെച്ച് അസസ് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആക്ച്വറിയൽ പ്രഡിക്ഷൻ ആണ്. ഓക്കെ, which among the following is not true about validity? വാലിഡിറ്റിയെ പറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The extent to which a test measure what is purport to measure. Purports എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is claimed to measure. The extent to which specified inferences from the test score are justified and meaningful. Validity coefficient is got through correlation between scores on a test and a criterion. Validity can be applied only to psychometrics, not to a research procedure. അപ്പം എന്താണ് ഇവിടെ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ മെഷർ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമുക്ക് സ്കോർസ് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ സ്കോർസ് നമ്മൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇവിടെ വാലിഡിറ്റി ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു സൈക്കോമെട്രിക്സ്, നോട്ട് ടു റിസർച്ച് പ്രൊസീജിയർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. വാലിഡിറ്റി ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു സൈക്കോമെട്രിക്സ്, നോട്ട് ടു റിസർച്ച് പ്രൊസീജിയർ. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. Our ability to predict some outcome or estimate the existence of some current condition is called content validity, construct validity, concurrent validity, criterion related validity. എന്താണ് ഒരു ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്
ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആണ്. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് എ ക്വസ്റ്റ്യൻ ഫുൾഫിൽ ദ ക്രൈറ്റീരിയ ഓൾറെഡി ഫുൾഫിൽ ബൈ അനദർ സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ചെയ്ത ക്വസ്റ്റ്യനെയർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി 2 ടൈപ്സ് ആണുള്ളത്. കൺകറന്റ് വാലിഡിറ്റിയും അതുപോലെ തന്നെ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. അപ്പം ഇവിടെ വരുന്നത് criterion related validity ആണ്. In a dash study, the participants do not know if they are the part of control group or the experimental group. Only the experimenter know who is in each group. Placebo, double blind, single blind, triple blind. പാർട്ടിസിപ്പൻറ്റിന് അറിയില്ല പാർട്ടിസിപ്പൻ്റ് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത്. കൺട്രോൾ ഗ്രൂപ്പിലാണോ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണോ എന്നുള്ളത് അറിയില്ല. എക്സ്പെരിമെൻ്റർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള സ്റ്റഡീനെ എന്താണ് പറയുന്നത്? ആൻസർ ഈസ് സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡിയാണ്. ഇനി ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുമ്പം എക്സ്പെരിമെൻ്റർക്കും അറിയില്ല, അതുപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റിനും അറിയില്ല ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത്. Whenever you have a cold, you rest in bed, take medicine, control your diet and drink plenty of fluids. You can't remember which remedy is most effective because of which of the following problem? Sampling bias, distorted self-reported data, confounding of variable, experimental bias. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു 2-3 വേർഡ്സ് മാത്രമാണ് ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. നമ്മളിത് മുന്നേ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കും. ടേക്ക് മെഡിസിൻ, അവിടെ നമ്മൾ ആസ്പിറിൻ കഴിച്ചു എന്നാണ് പറയുന്നത്. കൺട്രോൾ യുവർ ഡയറ്റ് ആൻഡ് ഡ്രിങ്ക് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പം ഏത് റെമഡിയാണ് ഇഫക്റ്റീവ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓപ്ഷൻസും മുമ്പ് നമ്മൾ കണ്ടത് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ദ ആൻസർ ഈസ് കൺഫൗണ്ടിങ് ഓഫ് വേരിയബിൾസ്. കൺഫൗണ്ടിങ് വേരിയബിൾസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. The sum of all uncontrollable sources of variation that are likely to affect the dependent variable. Error variance, average error, deviation error, sampling error. Dependent variable ne affect ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് എറർ വേരിയൻസ്. എറർ വേരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റത്തെ സ്ലൈഡിൽ നോക്കാം. Which among the following tests are not based on criteria of scoring? ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, സ്പീഡ് ടെസ്റ്റ്, സബ്ജക്റ്റീവ് ടെസ്റ്റ്, പവർ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്, സ്പീഡ്, പവർ ടെസ്റ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്കോറിങ്ങിൻ്റെ ബേസിസിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് പവർ ടെസ്റ്റ് ആണ്. സ്പീഡ് ആൻഡ് പവർ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ടൈം ലിമിറ്റ് ആണ്. ടൈം ലിമിറ്റിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സ്പീഡ് പവർ ടെസ്റ്റ് ഉള്ളത്. ഇനി സ്കോറിങ്ങിന്റെ ബേസിസിൽ വരുന്നതാണ് സബ്ജക്റ്റീവ് ടെസ്റ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും. ഇനി ബേസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following does not belong to a nominal category? ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോമിനൽ കാറ്റഗറിയിൽ വരാത്തത് ഏതാണ്? ജെൻഡർ, marital status, eye color, temperature. ആൻസർ ഈസ് ടെമ്പറേച്ചർ. അപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ഒരു നോമിനൽ ആണ്, marital status നോമിനൽ ആണ്, ഐ കളർ. ജെൻഡർ എന്ന് പറയുമ്പോൾ മെയില്, ഫീമെയില് ഓർ അതേഴ്സ്, marital സ്റ്റാറ്റസ് മാരീഡ്, അൺമാരീഡ്, വിഡോ, ഓക്കെ. അല്ലെങ്കിൽ ഐ കളർ ആണെങ്കിൽ ബ്ലാക്ക്, ബ്രൗണ്. അപ്പൊ ഇതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടെമ്പറേച്ചർ ആണ് നോമിനൽ കാറ്റഗറിയിൽ വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is or are examples of continuous organismic variable? Gender, heartbeats per minute, trial required to learn a list of CVC trigrams, intelligence. കണ്ടിന്യൂസ് ഓർഗാനിസ്മിക് വേരിയബിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് ഓർഗാനിസ്മിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റും അതുപോലെ തന്നെ ഇന്റലിജൻസും ഇത് ഒരു വ്യക്തിയുടെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, last question. Given below are 3 types of psychological investigations:
field experiment, laboratory experiment, ex post facto field studies. If the above investigation are arranged in descending order in terms of researchers' ability to control secondary variables, the typical order. അപ്പോൾ ഇവിടെ 3 ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫീൽഡ് എക്സ്പെരിമെന്റ്, ലബോറട്ടറി എക്സ്പെരിമെന്റ്, എക്സ് പോസ്റ്റ് ഫാക്ടോ ഫീൽഡ് സ്റ്റഡീസ്. അപ്പം ഇവിടെ ഏത് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിലാണ് സെക്കൻഡറി വേരിയൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസെൻഡിങ് ഓർഡറിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ മറ്റേ വേരിയബിളിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയൻസ് 3 തരത്തിലാണ് പറയുന്നത്. പ്രൈമറി വേരിയൻസ്, സെക്കൻഡറി വേരിയൻസ്, എറർ വേരിയൻസ്. പ്രൈമറി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം എന്ത് ചേഞ്ച് ആണ് ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രൈമറി വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ട്രൂ എക്സ്പെരിമെന്റ്സ് എല്ലാം തന്നെ ഈ ഒരു പ്രൈമറി വേരിയൻസ് ഹൈ ആയിരിക്കും. ഇനി സെക്കൻഡറി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രേനിയസ് വേരിയബിൾ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് വേരിയബിൾസ്, ഇത് കാരണം ഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതിനെയാണ് സെക്കൻഡറി വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിലെല്ലാം സെക്കൻഡറി വേരിയൻസ് ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എറർ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, പാർട്ടിസിപ്പന്റിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആകാം, അല്ലെങ്കിൽ അൺനോൺ ഫാക്ടേഴ്സ്, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും എറർ വേരിയൻസിൽ വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡറി വേരിയൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് സെക്കൻഡറി വേരിയൻസ് നമുക്ക് ഏത് എക്സ്പെരിമെന്റിലൂടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലബോറട്ടറി എക്സ്പെരിമെന്റിലാണ് കൂടുതലായിട്ട് നമുക്ക് സെക്കൻഡറി വേരിയൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ലബോറട്ടറി എക്സ്പെരിമെന്റ്, അപ്പോൾ ഏതെങ്കിലും എക്സ്ട്രേനിയസ് വേരിയബിൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ആണ് ഫീൽഡ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വണ് എക്സ്പോസ്റ്റ് ഫാക്ടോ ഫീൽഡ് സ്റ്റഡീസ്. എക്സ്പോസ്റ്റ് ഫാക്ടോ ഫീൽഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡറി വേരിയൻസ് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല. അപ്പം ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഹൈ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ലബോറട്ടറി എക്സ്പെരിമെന്റ് ആണ്, പിന്നെ ഫീൽഡ് എക്സ്പെരിമെന്റ് ആണ്, പിന്നെ എക്സ്പോസ്റ്റ് ഫാക്ടോ ഫീൽഡ് സ്റ്റഡീസ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നെറ്റ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് എക്സാമിന് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് അസെൻഡിങ് ഓർഡറിലും ചോദിക്കാം, ഡിസെൻഡിങ് ഓർഡറിലും ചോദിക്കാം. അപ്പം ഇതിപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ ആകുമ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസർച്ചറുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ലബോറട്ടറി എക്സ്പെരിമെന്റ് ആണ്, പിന്നെ ഫീൽഡ് എക്സ്പെരിമെന്റ്, പിന്നെ എക്സ്പോസ്റ്റ് ഫാക്ടോ ഫീൽഡ് സ്റ്റഡീസ് ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.